പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എസ് പുനീത് കുമാർ IAS, പ്രിൻസിപ്പൽ സെക്രട്ടറി SC/ST ഡിപ്പാർട്ട്മെന്റ്, പിന്നെ SC/ST ഡയറക്ടർ ശ്രീ കുമലേന്ദ്രി TFS, ശ്രീ SP സുഗന്ധൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീമതി അലീസ് മറ്റും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബെനിഫിഷ്യറീസ്, മീഡിയ, എല്ലാവർക്കും നമസ്കാരം. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ഈ പ്രളയത്തിന്റെ ഭാഗമായിട്ട് ചെറിയ എല്ലാ സമയങ്ങളിലും ചെറിയ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അഫക്റ്റ് ആവുന്ന ഒരു കോളനിയാണ് ചളിക്കൽ കോളനി. ഈ ചളിക്കൽ കോളനിയിൽ മിക്കവാറും നിരന്തരമായിട്ട് ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കം, മാൺസൂൺ സമയങ്ങളിൽ വെള്ളപ്പൊക്കം കൊണ്ടുവരും. ആ വെള്ളപ്പൊക്കം മാസങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതും അതിനു വേണ്ടി ജനങ്ങൾ താമസിക്കാതെ ജനങ്ങളുടെ വീട്ടിൽ ആശയോഗ്യമായി അല്ലാത്തതുമാണ് നിരന്തരം ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ മഹാപ്രളയം 2019 പ്രളയത്തിലും ശരി ഇത് ഇങ്ങനെയാണ്. അവിടുത്തെ 6 കടമാറി ഒഴുകിയത് കൊണ്ട് മാസങ്ങളിലോളം വെള്ളം കയറി കിട്ടിയതും അതിനുകൊണ്ട് അവിടെ വാസവും എല്ലാവരും ആയിട്ടുണ്ട്. അതിന് മനസ്സിലാക്കിയാണ് ജില്ലാ ഭരണകൂടം ആദിവാസി പുനരധിവാസ വികസന മിഷന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ 34 കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റി പാർപ്പിക്കാൻ ഒരു പദ്ധതി നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ആ പദ്ധതി ആദിവാസി വികസന മിഷന്റെ സഹായത്തോടു കൂടി 2.12 അതിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് തുടങ്ങിയിരുന്നത്. പിന്നെ ഒരുപാട് സ്പെഷ്യൽ സ്പോൺസറിനെ കണ്ടെത്താനും അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ ഫെഡറൽ ബാങ്കാണ് നമുക്ക് ഏറ്റവും വളരെ നല്ല രീതിയിൽ സഹായിച്ചു. അവരുടെ CSR ഫണ്ടിൽ നിന്ന് 2 അനുവദിച്ചു കൊടുത്തിരുന്നു. അതിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഡിസംബർ മാസമാണ് തുടങ്ങിയത്. വിത്തിൻ ഷോർട്ട് പീരീഡ് 3 മാസത്തിനകത്തും കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി നമ്മുടെ ഉദ്ഘാടനം 2020 ഏപ്രിലാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അന്ന് ഈ കൊറോണ എന്ന മഹാമാരി വന്നത് കൊണ്ട് ആ ഉദ്ഘാടനം കുറച്ച് വൈകിയെങ്കിലും ഒരുപാട് ഇന്ന് നമ്മൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ഈ 2.13 ഹെക്ടർ ഭൂമിയിൽ ഈ 44 കുടുംബങ്ങൾക്ക് 10 സെന്റ് വീതം പകർന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ആ കുടുംബങ്ങൾക്ക് വേണ്ടി പൊതു ഉപയോഗങ്ങൾക്ക് വേണ്ടി കളിസ്ഥലം, മസാനം, പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള എല്ലാവിധവും ഒരു കംപ്ലീറ്റ് കോളനി എന്ന് പറയുന്ന തകുന്ന എല്ലാവിധ ഇതുകളും നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ, വാട്ടർ കണക്ഷനും പിന്നെ വൈദ്യുതി കണക്ഷനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രീതിയിലുള്ള കോമ്പൗണ്ട് വാൾ കെട്ടാനുള്ള സംവിധാനങ്ങളും നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 34 കുടുംബങ്ങളും ഇന്ന് താക്കോൽ കൈമാറാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മതിച്ചു. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യും. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഓണറബിൾ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ സാർ ഹൃദയപൂർവ്വമായിട്ടും സ്വാഗതം ചെയ്യും. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇന്ന് അത് താക്കോൽ വതനമൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചത് നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ സാർ അവരുടെ ഹൃദയപൂർവ്വമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഈ സ്ഥലം മേടിക്കാൻ പണിതും അതിന് വേണ്ടി അതുകൊണ്ട് ഒരുപാട് ST ഡിപ്പാർട്ട്മെന്റിന്റെ മിനിസ്റ്റർ ഓണറബിൾ ശ്രീ AK ബാലൻ സാർ അവരെ സ്വാഗതം ചെയ്യും. കൺസ്ട്രക്ഷൻ ചെയ്യാനാണ് ഗവൺമെന്റ് GOP ഡയറക്ടർ കിട്ടാനുള്ള സഹായം ഗവൺമെന്റ് മിനിസ്റ്റർ ഈ ചന്ദ്രശേഖരൻ സാർ അവരെ സ്വാഗതം ചെയ്യും. സ്വാഗതം ചെയ്യും. ഈ പരിപാടി പങ്കെടുക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ MLA ശ്രീ അൻവർ സാറിനെ സ്വാഗതം ചെയ്യും. നമ്മുടെ MP രാജ്യസഭ MP ശ്രീ PV അബ്ദുൽ വഹാബ് സാറിനെ സ്വാഗതം ചെയ്യും. പിന്നെ ഈ പരിപാടി പങ്കെടുക്കുന്ന നമ്മുടെ
നമ്മുടെ സെക്രട്ടറി ശ്രീ പി പുനീത് കുമാർ IAS സർ SC/ST ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. SC/ST ഡയറക്ടർ ശ്രീ പൂലേന്ദ്ര സർ IAS സ്വാഗതം ചെയ്യും. നമ്മുടെ ഇതിന് ആവശ്യമുള്ള എല്ലാ CFO ഫണ്ടിനും വളരെ നന്നായിട്ട് സഹായിച്ചുകൊണ്ട് വൈസ് പ്രസിഡന്റ് ആൻഡ് നെറ്റ്വർക്ക് മാത്യു ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. പിന്നെ CSR ഹെഡ് ഫെഡറൽ ബാങ്ക് ശ്രീ രഘു ഓർമിസ് അവർക്ക് സ്വാഗതം ചെയ്യും. ഫെസിലിറ്റേഷന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ സ്വാഗതം ചെയ്യുന്നു. ബാക്കിയുള്ള എത്തിച്ചേർന്നുള്ള എല്ലാ ബെനിഫിഷ്യറി മീഡിയ എല്ലാവരെയും പരിപാടികളും വിജയപരമായിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. വീഡിയോ കോൺഫറൻസ് വഴി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി SC/ST പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ പുനീത് കുമാർ IAS അവരുടെ എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ അവരുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന ചീഫ് ഗസ്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻജി അവരുടെ ഈ പരിപാടിയിലേക്ക് DC വഴി എത്തിച്ചേർന്ന ബാക്കി ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നമ്മുടെ SC/ST വകുപ്പ് മിനിസ്റ്റർ ശ്രീ AK ബാലജി അവരുടെ, ഡോക്ടർ KT ജലീൽ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അവരുടെ, ശ്രീ AE ചന്ദ്രശേഖരൻ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ അവരുടെ, മറ്റ് വിശിഷ്ട അതിഥികളെ ബഹുമാനപ്പെട്ട MP श्री EV अब्दुल वहाब जी, ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA ശ്രീ PV അൻവർ ജി, ഫെഡറൽ ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീ ജോസ് കെ മാത്യു ജി, CSR ഹെഡ് ഫെഡറൽ ബാങ്ക് ശ്രീ രാജു ഹോർമിസ് ജി, ജില്ലാ പഞ്ചായത്ത് മല്ലാപുരം പ്രസിഡന്റ് ശ്രീ AP ഉണ്ണികൃഷ്ണൻ ജി, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നേ. എൻ്റെ റിപ്പോർട്ട് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഇത് ചളിക്കൽ കോളനി പുനരധിവാസി സംബന്ധിച്ചാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് കൊടുത്തത്. ഈ കോളനി മലപ്പുറം ജില്ലയിലെ കോതുകൽ ഗ്രാമപഞ്ചായത്തിലെ 4ാമത്തെ വാർഡിലെ സ്ഥിതി ചെയ്യുന്നു. ഇതിലെ 28 വീടുകളിലായി 34 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. 2019 പ്രളയത്തിലെ വെള്ളം കയറി കുറെ വീടുകൾ നശിപ്പിച്ചു പോയി. നീലക്കുറയുടെ കരയിലുള്ള ഈ കോളനിയിലെ 2006 ഉണ്ടായ പ്രളയത്തിലും വീടുകൾ നശിച്ചിരുന്നു. തുടർന്ന് 2007-8 വർഷം ഇവർക്ക് വകുപ്പ് മുഖേന വീട് നൽകി. ഇവരുടെ പുനരധിവാസത്തിനായി എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകോലി എന്ന സ്ഥലത്ത് വകുപ്പിന്റെ 1,54,57,890 രൂപ വിനിയോഗിച്ച് 5.26 ഏക്കർ സ്ഥലം 2019 വർഷത്തിലേക്ക് ഡിസംബർ മാസത്തിലെ 21-ാം തീയതിന് വാങ്ങി. ഈ സ്ഥലത്ത് ഫെഡറൽ ബാങ്കിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം 2.20 കോടി രൂപ വിനിയോഗിച്ച് 34 വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ഫെഡറൽ ബാങ്കിനെ പ്രത്യേക നന്ദി പറയുന്നു. വകുപ്പിന്റെ 29,40,000 രൂപ വിനിയോഗിച്ച് കോളനിയിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി. വകുപ്പിന്റെ 4,76,801 രൂപ വിനിയോഗിച്ച് കോളനി വൈദ്യുതി കഴിച്ചു. 10 സെന്റ് വീതമുള്ള 34 പ്ലോട്ടുകളിലെ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ ശ്മശാനം
പ്ലേ ഗ്രൗണ്ടും കമ്മ്യൂണിറ്റി ഹാളും നിർമ്മാണം എന്നിവയ്ക്കുള്ള സ്ഥലം പ്രത്യേകമായി നീക്കി വെച്ചിട്ടുണ്ട്. കോളനിയുടെ ഉള്ളിൽ നടപ്പാത നിർമ്മാണം, ചുട്ടുമതില് നിർമ്മാണം എന്നിവ നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏകദേശം എസ്റ്റിമേറ്റ് 1.89 കോടി രൂപ ആണ്. ചണ്ഡിഗഡ് കോളനികളെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വകുപ്പ് ആകെ 1,78,74,591 രൂപ ചെലവഴിക്കുകയും 1.89 കോടി രൂപയുടെ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. താങ്ക് യു. എല്ലാവർക്കും നന്ദി. Thank you, sir. ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ അവർകളാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനായ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ, ശ്രീ ജി ചന്ദ്രശേഖരൻ മന്ത്രി, മിനിസ്റ്റർ ശ്രീ കെ ടി ജലീൽ, പ്രിയപ്പെട്ട MLA ശ്രീ പി അൻവർ, MP ശ്രീ പി അബ്ദുൽ ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ജില്ലാ കലക്ടർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, നിലമ്പൂരിലെ പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ ചളിക്കൽ കോളനി നിവാസികളുടെ പുനരധിവാസത്തിന്റെ പ്രശ്നം സമ്പൂർണമായി പരിഹരിക്കുന്ന സന്തോഷകരമായ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത്. സാധാരണഗതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ പലതും യാഥാർത്ഥ്യമാക്കുന്നത് നീണ്ടു പോകുന്ന അനുഭവങ്ങളാണ് മുന്നിലുള്ളത്. അത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. വിവിധ സർക്കാർ ഏജൻസികളുടെയും ഇത്തരം കാര്യങ്ങൾ കൈകോർക്കുന്ന സംഘടനകളുടെയും സംവിധാനങ്ങളുടെയും ഏകോപനം പലപ്പോഴും യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കാലതാമസം നേരിടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ പട്ടികവർഗ വകുപ്പ് പണം കൊടുത്ത് വാങ്ങിയ കേരളത്തിൽ ആശിക്കും ഭൂമി ആദിവാസിക്ക് സ്വന്തം എന്നൊരു പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ആ പദ്ധതിയുടെ അപര്യാപ്തത ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ഥലം നേരിട്ട് വാങ്ങി പട്ടികവർഗ വിഭാഗത്തിന് സഹായിക്കാൻ വേണ്ടിയുള്ള പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ പദ്ധതിയോട് ജില്ലാ ഭരണകൂടത്തിന്റെയും ആദിവാസി പുനരധിവാസ വികസന മിഷന്റെയും ഫെഡറൽ ബാങ്കിന്റെയും ഇത്തരത്തിലുള്ള വിവിധ ഏജൻസികളുടെ ഏകോപനം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. വകുപ്പുകളുടെ ഏകോപനം, വിവിധ ഏജൻസികളുടെ ഏകോപനം ഇതുപോലെയുള്ള പുനരധിവാസ അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെങ്ങനെ പ്രായോഗികമാക്കാമെന്നതിന് ശ്രദ്ധേയമായ ഒരു ഉദാഹരണം തന്നെയാണ് ഈ പദ്ധതി എന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയും. അതോടൊപ്പം താഴെത്തട്ടിലുള്ളവർക്ക് വേണ്ടി വലിയ തോതിൽ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ആ പദ്ധതികൾ നിർവഹണവും ആസൂത്രണം ചെയ്യുന്നത് പോലെ നിർവഹിക്കുവാനുള്ള തുടർച്ച പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതിനും ഇതൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കോളനിയിലെ വീടുകൾ മാത്രമല്ല, ആ കോളനിക്ക് ആവശ്യമായ വൈദ്യുതിയും റോഡും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിറ്റി സംവിധാനങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ളൊരു പദ്ധതിയായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത നിർവഹണം പൂർത്തീകരിച്ചിരിക്കുന്നു. ആ സന്തോഷകരമായ സന്ദർഭത്തിൽ മുൻകൈയെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും അഭിവാദം അർപ്പിച്ചുകൊണ്ടും വിവിധ പദ്ധതികളുടെ വിജയത്തിന് വ്യത്യസ്തമായ ഏജൻസികളെ ഏകോപിപ്പിക്കാനുള്ള ഒരു ദൗത്യം പരമപ്രധാനമായിട്ട് നമുക്ക് ഭാവിയിൽ പഠിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ എല്ലാ ഭാവങ്ങളും നേരുന്നതായി അറിയിക്കും. വിളിച്ചോ?
സഹോദരീ സഹോദരന്മാരെ, ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മാതൃകാപരമായ ഒരു പാർപ്പിട പദ്ധതിയാണ് വിവിധ ഏജൻസികളുടെ ഏകോപനത്തോടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ഫെഡറൽ ബാങ്കും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ സംസാരിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതലായി ഇപ്പോൾ കടക്കേണ്ടതില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളും പകർച്ചവ്യാധികളും തുടർച്ചയായ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. ഓഖി ചുഴലിക്കാറ്റ്, മഹാപ്രളയം, ഉരുൾപൊട്ടലുകൾ, കാലവർഷക്കെടുതി, നിപ, ഇപ്പോഴത്തെ കോവിഡ് എല്ലാം അതിലുൾപ്പെടുകയാണ്. മഹാപ്രളയം കഴിഞ്ഞ് കൃത്യം ഒരു വർഷം പിന്നിടുന്ന വേളയിലാണ് 2019 സംസ്ഥാനത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ മറ്റൊരു മഴക്കെടുതിക്ക് കൂടി നാം ഇരയായത്. ഒട്ടനവധി മനുഷ്യജീവനുകളെ ആ കാലവർഷം അപഹരിച്ചു. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും അസാധാരണമായ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. അന്ന് കവളപ്പാറയിലും പുത്തുമലയിലുമുണ്ടായ ദുരന്തത്തെ ഇപ്പോഴും വേദനയോടെ മാത്രമേ നമുക്ക് ഓർക്കാനാവൂ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവിത സമ്പാദ്യവും കിടപ്പാടവും കൃഷിയുമൊക്കെ ഈ കഴിഞ്ഞ വർഷത്തെ മഴക്കെടുതി കാരണം നഷ്ടപ്പെടുകയുണ്ടായി. അവരെയെല്ലാം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ 6 മാസമായി കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കൽ കൂടി നമ്മുടെ കർത്തവ്യമായി മാറിയിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനോളം പ്രധാനമായി മറ്റൊന്നുമില്ല. കാരണം മനുഷ്യജീവനേക്കാൾ വിലപ്പെട്ടതല്ല മറ്റൊന്നും. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് നിസ്വ ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഈ ദുരന്തഘട്ടത്തിലും ഉണ്ടാക്കി കൊടുക്കുക എന്നതിൽ വിട്ടുവീഴ്ചയില്ല. കോവിഡ് പ്രതിരോധവും ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തലും നാം ഒപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പുനരധിവാസവും ഭവന നിർമ്മാണവും മറ്റും സർക്കാർ ചിലയിടത്ത് തനിച്ച് ചെയ്യുകയാണ്. ചിലയിടങ്ങളിൽ സഹകരിക്കാൻ തയ്യാറാകുന്ന സുമനസ്സുകളെ ആകെ സഹകരിപ്പിച്ചും ഇത് ചെയ്യുകയാണ്. ഇവിടെ ഫെഡറൽ ബാങ്കുമായി സഹകരിച്ചാണ് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡിൻ്റെ പേരിൽ ഓഫീസ് അടച്ച്
നിഷ്ക്രിയമായിരിക്കുകയല്ല നമ്മുടെ ഭരണ സംവിധാനമാകെ. ക്ഷേമ നടപടികളും വികസന പ്രവർത്തനങ്ങളുമെല്ലാം കോവിഡിനെ ചെറുക്കുന്നതിനിടയിലും സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രളയകാലത്തെ പോലെ മനുഷ്യസ്നേഹത്തിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് കേരളത്തിലെങ്ങും കാണുന്നത്. ആരോഗ്യ പ്രവർത്തകർ ജീവൻ പോലും തൃണവൽഗണിച്ച് സർക്കാരിൻ്റെ ജാഗ്രതക്കൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയും. ഇവിടെ നിർഭാഗ്യകരമായൊരു കാര്യം നാം ഓർക്കാതിരിക്കരുത്. അത് ഈ ജാഗ്രതയിൽ ചോർച്ച വരുത്താൻ ശ്രമിക്കുന്നവരെക്കുറിച്ചാണ്. കോവിഡ് നിബന്ധനകൾ ഒഴിവാക്കി നമ്മുടെ നാടിൻ്റെ ജാഗ്രതയിൽ കുറവ് വരുത്തിയാൽ അതിൻ്റെ ഭാഗമായി കൂട്ടം കൂടലും വലിയ തോതിലുള്ള ആൾക്കൂട്ടവുമൊക്കെ ഉണ്ടായാൽ അത് കാരണമായും കോവിഡ് കൂടുതൽ പരക്കാനിടയാകും. ചില ദുഷ്ടമനസ്സുകൾക്ക് ആ ഘട്ടത്തിൽ സന്തോഷിക്കാനാകുമെങ്കിലും നമ്മുടെ നാടിനാകെ അത്തരമൊരു ദുസ്ഥിതി ഒഴിവാക്കണമെന്ന് തന്നെയാണ് പൊതുവെ താല്പര്യമുള്ളത്. ഇത് മനുഷ്യരാശിക്ക് നേരെയുള്ളൊരു കടന്നാക്രമണമാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് നിയന്ത്രണാതീതമായി പറഞ്ഞാൽ ലാഭം കൊയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും അവശേഷിക്കുമോ എന്ന കാര്യം തന്നെ സംശയകരമായതാണ്. ഇത് നമ്മളെ എല്ലാവരെയും എപ്പോഴും ജാഗ്രതപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രതിസന്ധികൾ തടസ്സമായിക്കൂടാ എന്താണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ടാണ് പ്രളയാനന്തര പുനർനിർമ്മാണവും പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനവും പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷനുകളും അടിസ്ഥാന സൗകര്യ വികസനവും എല്ലാം ഒരു മുടക്കവുമില്ലാതെ നടപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട്, വിദ്യാഭ്യാസം, ആരോഗ്യം, ഭക്ഷണം, തൊഴിൽ എന്നിവ ഉറപ്പുവരുത്തുന്ന പ്രതിജ്ഞാബദ്ധമായ ഇടപെടലുകളാണ് ഈ ഘട്ടത്തിലും സർക്കാർ നടത്തിവരുന്നത്. പൊതുവെ സംസ്ഥാനത്തെ പട്ടികവർഗ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഭൂമിയും വീടും സംബന്ധിച്ചാണ്. ഈ രണ്ട് വിഷയത്തിലും കൃത്യമായ ശാസ്ത്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത്. അതിൽ വീടിൻ്റെ പ്രശ്നത്തിൽ കേരളത്തിലെ വീടില്ലാത്ത പാവപ്പെട്ടവർക്കാകെ വീട് നിർമ്മിച്ചു നൽകുന്ന ലൈഫ് പദ്ധതി അതിൻ്റെ ഭാഗമായാണ് നടപ്പാക്കിയത്. ഇപ്പോൾ ലൈഫിൻ്റെ 3ാം ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അതോടൊപ്പം
വീടിനോടൊപ്പം തന്നെ ആവശ്യമായ സാമൂഹിക സേവനങ്ങളും തൊഴിൽ മാർഗവും ഉറപ്പുവരുത്താൻ കൂടി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഏതൊരു ജനവിഭാഗത്തിൻ്റെയും വികസനത്തിന് വിദ്യാഭ്യാസത്തിലെ പുരോഗതി ഒഴിച്ചുകൂടാത്തതാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് പട്ടികവർഗ വകുപ്പ് ശ്രദ്ധേയമായ നിരവധി പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പട്ടികവർഗ വിഭാഗത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഇങ്ങനെ വിഷമമനുഭവിക്കുന്ന എല്ലാവരോടുമൊപ്പം ഏതെങ്കിലും വിഭാഗം പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് തള്ളിവിടുന്നതിന് ആ ജനവിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ സുമനസ്സുകളുടെയും നിർലോഭമായ സഹകരണവും പിന്തുണയുമാണ് സർക്കാർ ലഭിച്ചു വരുന്നത്. അത് തുറന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സന്തോഷപൂർവമായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.